ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. പിന്നെ എല്ലാവരും സുഖമല്ലേ? ഇപ്പോൾ നാട്ടിലെങ്ങനെയാണ് കാലാവസ്ഥ റോഡ്, പക്ഷേ ഇവിടെ ബഹ്റൈനിൽ തണുപ്പ് തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം തണുപ്പ് തുടങ്ങി, കോൾഡ് ജലദോഷം വന്ന് തുടങ്ങി, ജലദോഷം കിട്ടി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഫുഡുണ്ടാക്കണേ. അതെ, ഒരുപാട് കാലമായി. അപ്പോൾ ഇന്ന് റൂമിൽ തന്നെ ഒന്ന് ഫുഡുണ്ടാക്കി കഴിക്കാനുള്ള പ്ലാനില്ല. ഇന്ന് ഈ സംഭവത്തേക്ക് ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നമുക്കിവിടെ ഷമീർക്ക് അവർ നേരത്തെ പറഞ്ഞുകൊണ്ട് പുട്ടിൻ്റെ മാവ് കുഴച്ച് അവർ കഴിച്ച് പുട്ടിൻ്റെ മാവ് കുഴച്ച് ഇവിടെ ഞാൻ ഈ പുട്ട വാങ്ങിച്ച കോപ്പി പോയിട്ട് തേങ്ങ വെച്ച് വാങ്ങിച്ചു. ഇവിടെ നല്ല ഫ്രഷ് തേങ്ങ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മാവ് റെഡി. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇത് സെറ്റായപ്പോഴത്തേക്ക് ഇവിടെ തന്നെ വെള്ളം തിളച്ച് അപ്പോൾ ബിസ്മി കുട്ടി വെക്കാം. ഓക്കെ, ഫസ്റ്റ് അത് കുറ്റി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ആയി കാറ്റ് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പുട്ടും കുറ്റി കറച്ച് തള്ളിക്ക്. എങ്ങനെയുണ്ട് സാധനം? പിന്നെ വെറുതെ പറയില്ല, ഞാൻ ഉണ്ടാക്കി കൊണ്ട് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ എന്തായാലും പുട്ട് റെഡിയാണ്. ആൾക്കാരും വന്ന്, പക്ഷെ ഞാൻ അവരെ പറഞ്ഞ ടൈമൊക്കെ തെറ്റി. അപ്പോൾ പുട്ട് റെഡി, പിന്നെ എടുക്കണം തരണം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ആവറേജിൽ വന്ന്, രണ്ടാമത്തെ പുട്ട് ഒരു ഗുണവുമില്ല. അപ്പോഴാണ് ജമാലിക്ക വന്നത്. ജമാലിക്ക പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പുട്ടിനെ സൂക്ഷിച്ച് നിരീക്ഷിച്ചിരിക്കണം. എന്താ മാലിക്ക? വെയിറ്റിംഗ് ഫോർ ആവി. ആവി വന്ന് അത് തള്ളുമ്പോഴത്തേക്കും അതെങ്ങനെ വരണമെന്നുള്ള നോക്കാം. ഹലോ മാലിക്ക, എന്താ പറയുള്ളത്? വീഡിയോ കിട്ടി, രണ്ടിലും കിട്ടി. അതിലും കിട്ടി, ഇനിയും കിട്ടി. പക്ഷേ റെസൊല്യൂഷൻ തന്നെ മാറി. ഇത് നിസ്സാര പരിപാടിയല്ല ചേട്ടാ. അതെന്തോ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണ ഇത് ഉണ്ടായെന്തോ അറിയത്തില്ല. പക്ഷെ നിസ്സാര പണിയില്ല. വിചാരിച്ചിട്ട് നല്ല കഷ്ടപ്പാടുണ്ട്. പിന്നെ കുടിക്കാനായിട്ടുള്ള പാനം, ഈ ബ്ലൂ കളർ കോളയും മറ്റേ ഇപ്പുറത്തുള്ള മറ്റേ നമ്മളവിടെ മിറണ്ടൊക്കെ പറയില്ലേ, ആയിട്ട സംഭവം. പിന്നെ എന്താ പറയുക, എല്ലാം ഒരു ആഗ്രഹമല്ലേ, ആഗ്രഹിക്കണം, കഴിക്കണം. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും അവിടെ പുട്ടിൻ്റെ കഴിയാറായി. പിന്നെ നേരെ കഴിക്കാനിരിക്കുമ്പോൾ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പുട്ടൊക്കെ ഉണ്ടാക്കി സെറ്റായി വെച്ചിരുന്നു. നമ്മൾ 4 പേർക്ക് പുട്ടൊക്കെ വെച്ചിരുന്നു. ചിക്കൻ കറി ഉണ്ട്. അതൊരു കറിയാണ്. നമ്മൾ 4 പേർക്കുള്ള ഇവിടെ ആയി. പിന്നെ ബഷീർക്ക് വരുമ്പോഴത്തേക്ക് ബഷീർക്കാനുള്ളത് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആശാന്തേ അവിടെ നിസ്കരിക്കുക. അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 പേരുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സെറ്റാ. അപ്പോൾ ഒരു പുട്ട് തിന്നുള്ള ആഗ്രഹത്തിൽ ചാടി പുറപ്പെട്ടതാ. എന്തായാലും പുട്ടല്ല, കുറ്റി വീട്ടിൽ കാത്തിരിക്കുമ്പോഴത്തേക്കും പിടിച്ച് തള്ളിയാൽ മതി. ആ ഒരു മൈൻഡ് സെറ്റില്ല. സത്യം വരെ ആ ഒരു മൈൻഡ് സെറ്റില്ല. നമ്മളല്ല, ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങി. പക്ഷേ കാണുമ്പോൾ നിസ്സാര പരിപാടിയില്ല. എല്ലാത്തിനും അതായത് കഷ്ടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പണിക്കും അതിനായതുകൊണ്ട് പുട്ട് തള്ളാനും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അൽഹംദുലില്ലാഹ് പ്രതീക്ഷിച്ചതിൽ നല്ല രീതിയിൽ തന്നെ പുട്ടിൻ്റെ ഷേപ്പില്ലേലും പുട്ട് കിട്ടി. കുഴപ്പമില്ല. പുട്ടും ചിക്കൻ കറി വെച്ച് കഴിച്ചാൽ നല്ല റാഹത്തായി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ പുട്ടുണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ, പുട്ട് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പുട്ടുണ്ടായി കഴിച്ചു. ഇപ്പോൾ പുറത്തുനിന്ന് വെച്ച് കഴിക്കാം, ഓക്കെ, അത് ഇവിടെ ഹോട്ടലിൽ പുട്ട് കിട്ടും. പക്ഷേ ഉണ്ടായി കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഇതാകുമ്പോഴത്തേക്കും കുറച്ച് എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റും അങ്ങനെ ഇതൊരു വേറെ ലെവലായിട്ട് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്ക് ടു ബാക്ക് എനിക്ക് എൻ്റെ ഡെയിലി റൊട്ടീനും പിന്നെ ഹോം ടൂർ അങ്ങനത്തെ
ചെറിയൊരു വീഡിയോ പോലെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ വന്നിട്ട് പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും, സീ യു അഗൈൻ, സീ യു സൂൺ. ഓക്കെ.